ഹായ് ഫ്രണ്ട്സ്, ഇന്ന് RRB JEE സ്റ്റഡി വ്ലോഗിൻ്റെ ഡേ 3 ആണ്. അപ്പോൾ പഴയപോലെ ടേബിളെല്ലാം സെറ്റാക്കി സിലബസ് എടുത്തു. ഇന്ന് ഇത് പഠിക്കണമെന്ന് നോക്കി. അപ്പോൾ ഞാൻ ഇന്ന് സെലക്ട് ചെയ്തേക്കുന്നത് റാങ്കിങ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്ററാണ്. ആക്ച്വലി ഡേ കാണുന്ന സിലബസ് അതില്ലാന്നുണ്ടെങ്കിലും ഷുവർ ക്വസ്റ്റ്യനാണ്. അതുകൊണ്ടാണ് ആ ഒരു ചാപ്റ്റർ പഠിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നോട്ട്ബുക്ക് എടുത്തു. ഓൾറെഡി കണ്ടതാണ്, അതുകൊണ്ട് നോട്ട്ബുക്ക് എടുത്ത് പിന്നെ ഇത് ടെക്സ്റ്റ് എടുത്തിട്ടുണ്ട്. പതിവ് പോലെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി A4 സൈസ് പേപ്പർ എടുത്തു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എത്രത്തോളം പഠിക്കുന്നു എന്നതിലല്ല, പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിക്ക് പഠിക്കണം. അപ്പോൾ നമുക്ക് പിന്നീട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ അത് എന്താണെന്നുള്ളത് മനസ്സിലാവണം. ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എനിക്ക് മാക്സിമം എക്സാമിന് മുമ്പ് എല്ലാ പോർഷൻസും കവർ ചെയ്യണമെന്നുണ്ട്. പഠിക്കുന്ന വൃത്തിക്കാണ് പഠിച്ചു പോകുന്നത്. പഠിക്കുന്ന പോർഷൻസെങ്കിലും വൃത്തിക്ക് പഠിച്ചു പോയാലല്ലേ അതുകൊണ്ടൊരു യൂസ് ഉണ്ടാകത്തുള്ളൂ. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പഠിക്കുന്നത് വൃത്തിക്ക് പഠിക്കുക. പിന്നത്തേക്ക് എന്ന് പറഞ്ഞു വെക്കല്ല, ജസ്റ്റ് നോട്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. അത് നല്ലോണം തറവായിട്ട് പഠിച്ചു പോകണം. ഓക്കെ. അങ്ങനെ നീണ്ട നേരത്തെ പരിശ്രമത്തിന് ശേഷം ഒരുവിധം ഷോർട്ട് നോട്ട്സും ഉണ്ടാക്കി പഠിച്ച് സെറ്റാക്കി എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം പതിവ് പോലെ നമ്മുടെ എക്സസൈസ് ചെയ്ത് അതും ഒന്ന് ഫിനിഷാക്കി വെച്ചു. അതായിരുന്നു ഇന്നത്തെ ഫുൾ പണി. പിന്നെ കൂടെ റാങ്കിങ്ങിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ഒരു റോയിൽ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് എത്രയാണെന്നോ, അല്ലാന്നുണ്ടെങ്കിൽ റോയിൽ എത്ര അതാണല്ലോ ടോട്ടൽ, അതിനകത്ത് എത്രാം സ്ഥാനത്താണ്, അല്ലാന്നുണ്ടെങ്കിൽ ക്യൂ തന്നിട്ട് ടോപ്പിൽ നിന്ന് ഇത്രാമത് അല്ലെങ്കിൽ ബോട്ടത്തിൽ നിന്ന് ഇത്രാമത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര പേരുണ്ട്, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. പിന്നെ ടോട്ടലും റാങ്കും തന്നിട്ട് മീൻസ് ഏത് പൊസിഷനിലാണെന്നുള്ളത്. പിന്നെ വരുന്നൊരു ടൈപ്പ് എന്ന് വെച്ചാൽ ഇൻ്റർചേഞ്ചിങ്ങിൻ്റെ കേസ് വരും. ഇന്ന സ്ഥാനത്തായിരുന്നു, വേറൊരാൾ ഇന്ന സ്ഥാനത്തായിരുന്നു, അവർ രണ്ടും കൂടി ഇൻ്റർചേഞ്ച് ചെയ്തു, അവരുടെ ഇടയിൽ എത്ര പേര്, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ എത്ര, അല്ലെങ്കിൽ ഇന്ന ആൾ ഇൻ്റർചേഞ്ച് ചെയ്തപ്പോഴത്തേക്ക് അയാൾക്ക് പുതിയ പൊസിഷൻ എത്ര കിട്ടി, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ്. പിന്നെ വരുന്നൊരു കേസിൽ എന്ന് വെച്ചാൽ 5-6 പേരുടെ ഹൈറ്റോ അല്ലെങ്കിൽ വെയിറ്റോ ഇത്ര ലൈറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഷോർട്ടർ ആയിരിക്കാം, ടോളർ ആയിരിക്കാം, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. ഇത്ര മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞു തന്നെ, പഠിക്കാൻ പോകുന്നവർക്ക് ഇത്രയേ ഉള്ളൂ എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡീറ്റെയിൽസ് പറഞ്ഞത്. അതവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. പിന്നെ ഇനി ബാക്കി ടൈം ഞാൻ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓൾറെഡി ഇന്നലെ നമ്മൾ മെനഞ്ഞാന്ന് നോക്കിയ ക്വസ്റ്റ്യൻസിൻ്റെ 50 ക്വസ്റ്റ്യൻസ് അല്ലേ കവർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി 50 കൂടെ നോക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി 1 to 50 അല്ലേ നോക്കിയിട്ടുണ്ടായി. 51 to 100 ഇനിയും പെൻഡിങ് കിടക്കുമല്ലേ, അങ്ങനെ അതെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ എനിക്ക് ആ ക്വസ്റ്റ്യൻസിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കറണ്ട് അഫയേഴ്സ് വരുമ്പോൾ ഇത് 2019 ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പറല്ലേ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് ഈ വർഷം ചോദിക്കുമ്പോൾ 2024 ആയിക്കൂടാ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പേപ്പറും പെന്നും എടുത്ത് വെച്ചിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, കറണ്ട് അഫയേഴ്സ് വരുമ്പോൾ ആ വർഷത്തെ എന്ത് ചോദിച്ചു എന്നുള്ളത് ഈ വർഷം എന്ത് ചോദിക്കാം എന്നാണല്ലോ. ഫോർ എക്സാമ്പിൾ, വാട്ടർ ഡേയുടെ തീം 2019 ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ 24 ഈ വർഷം ചോദിക്കാമല്ലോ. അങ്ങനെ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടും ഒരു പേപ്പറും പെന്നും എടുത്ത് വെച്ച് ഞാൻ അത് നോട്ട് ഡൗൺ ചെയ്തു. ഇനി അത് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ച് അത് എഴുതി വെച്ച് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന കൂട്ടത്തിൽ അതോടെ പഠിക്കാമെന്ന് വിചാരിച്ച്. നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം അവസാനം ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആവും എക്സാമിന് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ടെൻഷൻ അടിക്കണം, അല്ലെങ്കിൽ എക്സാമിന് വിട്ട് അയ്യോ നമ്മൾ PYQ എല്ലാം ചെയ്ത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു, അപ്പോൾ കറണ്ട് ഇയറിൽ എന്തായിരിക്കും എന്നുള്ളത് നോക്കിയില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കണ്ടല്ലോ. ഇപ്പോഴേ ചെയ്തു വെച്ചാൽ അപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആവും. ദാറ്റ്സ് ഓൾ. മറ്റുള്ളവർക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ നമ്മളാ കൂടുതൽ പഠിക്കുകയെന്ന് ഞാൻ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് പല സന്ദർഭങ്ങളിലും എനിക്ക് യൂസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും ഓരോരുത്തർക്ക് ഷെയർ ചെയ്ത് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അത് ബെനിഫിറ്റ് ഉണ്ടാക്കുക. പിന്നെ നമ്മളൊരാൾക്ക് നല്ലത് ചെയ്താൽ ദൈവം നമുക്കും നല്ലത് തരുമെന്നാണല്ലോ. സോ മാക്സിമം ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഐഡിയാസും ട്രിക്സും ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവും. ഞാനിപ്പോൾ ചെയ്തതുപോലെ പല ട്രിക്കുകൾ നിങ്ങൾക്കും പഠിക്കുന്നതിനിടയിൽ യൂസ് ചെയ്യാം. അപ്പോൾ അഥവാ നല്ല ട്രിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്താൽ ഇത് കാണുന്ന എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവും. നിങ്ങൾ അതുകൊണ്ട് തന്നെ കമൻറ്റ് ചെയ്യാൻ നോക്കണേ. നാളെ 1-ാം തീയതിയാണ്, കുറേ പരിപാടികളുണ്ട്. സോ തൽക്കാലം ഇന്നത്തേക്ക് നിർത്തുന്നു. താങ്ക് യു.